ഈ തിരുവനന്തപുരം നഗരത്തെ ഈ സ്മാർട്ട് റോഡുമായി ബന്ധപ്പെട്ട പണികൾ ഇപ്പോഴും പലയിടത്തും പൂർത്തിയായിട്ടില്ല. അപ്പൊ ഇങ്ങനെ മഴ നിർത്താതെ പെയ്യുന്നത് ഇന്നിപ്പം ഇനി യെല്ലോ അലേർട്ടാണ്, പക്ഷെ ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്. ഈ റോഡിൽ കുഴിച്ചിട്ട കുഴികളിൽ വെള്ളം കയറുന്നത് വലിയൊരു ദുരിതമാണ് തിരുവനന്തപുരം നിവാസികളെ സംബന്ധിച്ച്. അതിനെന്നൊരു അറുതി ഉണ്ടാകും സ്റ്റെഫിൻ? ആര്യ, അതിന് അറുതി ഉണ്ടാകുന്നത് മാർച്ച് 24-നാണെന്ന് പറഞ്ഞിരുന്നു മേയർ. അതിനുശേഷം കലണ്ടർ ഒന്നും കൂടി മറിച്ച് മന്ത്രി അത് ഏപ്രിൽ അവസാനത്തോടുകൂടി തീരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒടുവിൽ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ മഴക്കെടുതികൾ രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ വീണ്ടും അവലോകന യോഗം ചേർന്നിരുന്നു. അന്ന് എടുത്തിരിക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് ജൂൺ 15-നകം ഇത്തരത്തിൽ എല്ലാ റോഡ് പണികളും പൂർത്തിയാക്കുമെന്നുള്ളതാണ്. റോഡ് പണികൾ ഇങ്ങനെ പലയിടത്തും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ വലിയൊരു വെല്ലുവിളിയായി ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന് മുന്നിൽ ഉള്ളത് ഈ പണി നടന്നുകൊണ്ടിരുന്ന പല സ്ഥലത്തും വലിയ വലിയ വാരിക്കുഴികൾ എടുത്തിട്ടിരുന്നു. അതിലെല്ലാം വെള്ളവും ചെളിയുമൊക്കെ അടിഞ്ഞുകൂടിയ ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണം റോഡ് പണി പൂർത്തിയാക്കാൻ. അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാര്യമായ മഴ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ തന്നെ പൂർണ്ണതോതിൽ നല്ല രീതിയിൽ തന്നെ റോഡ് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നൊരു കാര്യം കൂടി ഉണ്ട്. ആ ഒരു പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ കാണാം, ഈ റോഡ് തന്നെ നേരത്തെ ഈ ടാർ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി ഇട്ടിരുന്നതാണ്. പക്ഷേ മഴ കാരണം അത് വീണ്ടും ഒരു 4 ദിവസവും കൂടെയൊക്കെ വൈകി. ഇപ്പോൾ ഏതായാലും ഈ നമ്മളുടെ ഓഫീസിന് മുന്നിലുള്ള ഈ റോഡ് പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിന് തൊട്ട് അപ്പുറത്തേക്ക് വഞ്ചിയൂർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇനി റോഡ് നിർമ്മാണം നടക്കേണ്ടതുണ്ട്. അങ്ങനെ പൂർണ്ണതോതിൽ സ്മാർട്ട് റോഡുകൾ ഒന്നും തന്നെ പണി പൂർത്തിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജൂൺ 15-നകം എന്തായാലും എല്ലാ സ്മാർട്ട് റോഡുകളും പൂർത്തിയാക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ റോഡിൽ ടാർ ഇട്ട് അതുമാത്രമല്ല, ഈ ഒരു പൂർത്തീകരണം എന്ന് പറയുന്നത് സൈഡിൽ ഓട നിർമ്മിക്കേണ്ടതുണ്ട്, കൈവരികൾ നിർമ്മിക്കേണ്ടതുണ്ട്. ഏതായാലും അത് ഒന്നും തന്നെ ജൂൺ 15-നകം നടക്കുമെന്ന് തോന്നുന്നില്ല. പരമാവധി റോഡുകൾ 15-നകം തന്നെ പൂർത്തിയാക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പക്ഷേ അവിടെയും മഴയാണ് ഇപ്പോൾ പ്രതിസന്ധിയായി തുടരുന്നത്.